ഹായ് ഓൾ, വെൽക്കം ടു മെൻഡേഴ്സ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ കോളേജിൽ അഡ്മിഷന് ചെല്ലുമ്പോൾ നിങ്ങൾ കയ്യിൽ കരുതിയിരിക്കേണ്ട ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ്സുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളിന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, 16 മുതൽ 20 തീയതിക്കുള്ളിൽ എന്ന് വേണമെങ്കിലും നിങ്ങളുടെ റിസൾട്ട് വരാം. അപ്പോൾ ആദ്യമേ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് വരും, അതിനുശേഷം കാറ്റഗറി ലിസ്റ്റ് വരും, അതിനുശേഷം അലോട്ട്മെൻറ്റ് ഓപ്പൺ ആകും. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിഫറൻസ് ഉള്ള, നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകൾ അതാത് ഓർഡറിൽ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കോളേജ് ഏതാണോ അത് അവിടെ അതിൻ്റെ ഓർഡറിൽ നിങ്ങൾക്ക് കൊടുക്കാം. അങ്ങനെ കൊടുത്തിട്ട് അതിലൊരു കോളേജിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടും, അഡ്മിഷൻ കിട്ടും. അപ്പോൾ നമ്മൾ കോളേജിൽ ഒരു ഗ്യാപ്പ് തരും, ചിലപ്പോൾ 5 days ആയിരിക്കും. ആ ഗ്യാപ്പിനുള്ളിൽ നമ്മൾ ആ കോളേജിൽ ചെന്ന് അഡ്മിഷൻ എടുക്കേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ ഉണ്ടാകണം. ഈ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻസ് വേണമെങ്കിൽ തിരസ്കരിക്കാനുള്ള അവകാശം അവർക്കുണ്ട്. അവരത് ക്യാൻസൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ സർട്ടിഫിക്കറ്റുകൾ, ഇതിൽ പറയുന്ന ചില സർട്ടിഫിക്കറ്റുകൾ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. ചില സർട്ടിഫിക്കറ്റുകൾ അലോട്ട്മെൻറ്റ് കിട്ടുമ്പോൾ അവർ തരുന്നതാണ്. ചില സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ ഇപ്പോഴേ പ്രൊക്യൂർ ചെയ്ത് വെക്കണം. ഇത് നിങ്ങളുടെ കയ്യിൽ നിലവിലുണ്ടാവില്ല. അപ്പോൾ ഇത് നിങ്ങൾ പ്രൊക്യൂർ ചെയ്യണം. അപ്പം ഈ 3 തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകൾ നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്ത സർട്ടിഫിക്കറ്റുകൾ നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ സർട്ടിഫിക്കറ്റുകൾ കയ്യിൽ കരുതുക, അത് സംഘടിപ്പിക്കുക എത്രയും പെട്ടെന്ന്. അതാണ് നമ്മൾ ചെയ്യാനുള്ള അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ സർട്ടിഫിക്കറ്റ് ഫോർ അഡ്മിഷൻ, നമ്മൾ കോളേജിൽ അഡ്മിഷന് പോകുമ്പോൾ ആവശ്യമായ സർട്ടിഫിക്കറ്റുകളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് നിങ്ങളുടെ കയ്യിൽ നിലവിലില്ല. ഇത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എവിടുന്നതിന് കണ്ടുപിടിച്ചുകൊണ്ട് വരാൻ പറ്റില്ല. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുമ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ, നിങ്ങൾ സിയുടെ പ്രൊഫൈലുണ്ട്, നിങ്ങൾക്ക് എന്താണ് രജിസ്റ്റർ നമ്പറുണ്ട്, പാസ്വേഡ് ഉണ്ട്, റിസൾട്ട് നോക്കാൻ കയറുന്ന സ്ഥലം, അതിൻ്റെ അടുത്ത് തന്നെയായിട്ട് നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ഡേറ്റാ ഷീറ്റ് കിട്ടും. അതുപോലെ അലോട്ട്മെൻറ്റ് മെമ്മോയും നമുക്ക് അവിടെ നിന്നാണ് കിട്ടുക. ഇതൊന്നും ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങളല്ല. പിന്നെ നിങ്ങളുടെ കയ്യിൽ വേണ്ടുന്നതാണ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റ്. അത് ഓൾറെഡി നിങ്ങളുടെ കയ്യിലുണ്ടാകും. ഇത് ഓൾറെഡി നിങ്ങളുടെ കയ്യിലുണ്ട്. ഇവിടെയും നിങ്ങൾ സേഫാണ്. ഓക്കെ, ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാനുള്ള നിങ്ങൾ ഓൾറെഡി എൻട്രൻസ് എക്സാം അപ്ലൈ ചെയ്തപ്പോൾ വെച്ചിട്ടുണ്ട് സർട്ടിഫിക്കറ്റ്. അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതിയാലും മതി. ഇത് നിങ്ങളുടെ കയ്യിൽ നിലവിലില്ല. സെൽഫ് ഡിക്ലറേഷൻ സ്റ്റേറ്റിംഗ് കാൻഡിഡേറ്റ് നാഷണാലിറ്റി എന്ന് പറയുന്നത്. നാഷണാലിറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നേരത്തെ ഒരു ഡോക്യുമെൻ്റൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് സെൽഫ് ഡിക്ലറേഷനാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാവേണ്ടതെന്ന് നമ്മുടെ പ്രോസ്പെക്ടസിൻ്റെ ഏറ്റവും ലാസ്റ്റ് പേജ് അത് പ്രിൻ്റ് ഔട്ട് എടുത്ത് അത് നമ്മൾ എഴുതി ഒപ്പിട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ അത് നിങ്ങൾക്ക് അങ്ങനെ ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോളൂ. നമ്മുടെ ഗ്രൂപ്പിൻ്റെ അകത്ത് നമ്മളെ ഈ പറഞ്ഞ അനക്ഷർ 20 അതാണ് ഇതിന് വേണ്ടുന്ന ഡോക്യുമെൻറ്റ്. ആ ഡോക്യുമെൻ്റ് ഇടുന്നുണ്ട്, അത് പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങൾ തന്നെ എഴുതി നിങ്ങൾ തന്നെ ഒപ്പിട്ടാൽ മതി. വേറെ ആരുടെ സഹായം നിങ്ങൾക്ക് ആവശ്യമില്ല. അതാണ് ഈ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. അപ്പം ഇത് നിങ്ങളുടെ കയ്യിലില്ല. ഇത് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും? നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ്. പിന്നെ വരുന്നതാണ് ഇപ്പം നേരത്തെ ഡിഗ്രി അല്ലെങ്കിൽ +2 ഒക്കെ നേരത്തെ കഴിഞ്ഞ ആളുകളാണെങ്കിൽ അവരുടെ കയ്യിൽ ഉണ്ടാകും ഒറിജിനൽ മാർക്ക് ലിസ്റ്റും അതുപോലെ പാസ് സർട്ടിഫിക്കറ്റും. ഇത് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഇത് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ നിങ്ങൾ എത്രയും പെട്ടെന്ന് പ്രൊക്യൂർ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ആകെ പറയാനുള്ളത്. ഇനി ഇപ്പോൾ ഡിഗ്രി എക്സാംസ് ചിലർ നിലവിൽ പാസ്സായിട്ടുണ്ട്. ഒറിജിനൽ മാർക്ക് ലിസ്റ്റ് വരാൻ ഡിലേ ഉണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ട്. നിലവിൽ ഇതാരും നിങ്ങൾക്ക് പറഞ്ഞു തരില്ല. അത് ഒറിജിനൽ മാർക്ക് ലിസ്റ്റ് ചിലപ്പോൾ പെട്ടെന്ന് കിട്ടുന്നില്ല എന്നുള്ള സാഹചര്യമാണെങ്കിൽ ഓക്കെ, നിങ്ങൾ മാക്സിമം അത് പ്രൊക്യൂർ ചെയ്യാൻ ശ്രമിക്കുക. അറ്റ് ദ എൻഡ് നിങ്ങൾക്ക് അത് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പോകാതെ ഇരിക്കരുത്. നിങ്ങളുടെ പ്രൊവിഷണൽ മാർക്ക്, കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റ് ഉണ്ടാവുമല്ലോ, കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റും പ്രൊവിഷണൽ പാസ് സർട്ടിഫിക്കറ്റും തന്നിട്ടുണ്ടാവും. അതായിട്ട് ചെല്ലുക. ഓക്കെ, 1 വീക്കിനുള്ളിൽ നമുക്ക് ഒറിജിനൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കും എന്ന് പറയുക. അതാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പോകാതെ ഇരിക്കരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൻ്റെ പ്രൊവിഷണലാണ് ഇരിക്കുന്നത്, കൺസോളിഡേറ്റഡേ വന്നുള്ള ഒറിജിനൽ. ഇനിയിപ്പോൾ നമുക്ക് ഡിലേ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെല്ലുക, കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ ചെല്ലുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തതിലേക്ക് നമ്മൾ പോകുമ്പോൾ പിന്നെ വരുന്ന കാര്യമാണ്, അപ്പോൾ 2 സർട്ടിഫിക്കറ്റുകളായി നിങ്ങളുടെ കയ്യിലില്ലാത്ത ഓർത്തിരിക്കുക. 2 എണ്ണം. ഒന്ന് നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എഴുതി ഒപ്പിട്ട് വാങ്ങാനുള്ളത്, നിങ്ങൾ സ്വന്തമായിട്ട് ഒപ്പിട്ടെടുക്കാനുള്ളത്. 2 നിങ്ങളുടെ കോളേജിൽ നിന്നോ ക്യാമ്പസിൽ നിന്നോ നമ്മൾ പ്രൊക്യൂർ ചെയ്യേണ്ടത്. അടുത്തത് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ആൻഡ് കണ്ടക്ട് സർട്ടിഫിക്കറ്റ്. ഇത് നിങ്ങൾക്ക് നിലവിൽ എക്സാമിന് അപ്ലൈ ചെയ്യുമ്പോഴൊന്നും ആവശ്യം വന്നിട്ടില്ല. അത് നമുക്ക് പക്ഷേ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ നേരത്ത് നമ്മുടെ TCയും കണ്ടക്റ്റും വേണം. പണ്ടങ്ങാണ്ട് ഡിഗ്രിയും +2 ഒക്കെ കഴിഞ്ഞ ആളുകളാണെങ്കിൽ TC ഒക്കെ എവിടെ ഇരിക്കുന്നതെന്ന് പെട്ടെന്ന് കണ്ടുപിടിച്ചോളുക. ഇല്ലെങ്കിൽ അത് സംഘടിപ്പിക്കാനുള്ള ശ്രമം സ്റ്റാർട്ട് ചെയ്തോളുക. കണ്ടക്ട് സർട്ടിഫിക്കറ്റ് 6 മാസമേ വാലിഡിറ്റി ഉള്ളൂ. അപ്പോൾ 6 മാസം മുന്നേ ആണ് നിങ്ങൾക്ക് കണ്ടക്ട് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ളത്. സ്കൂൾ കഴിഞ്ഞുള്ള ഡിഗ്രി കഴിഞ്ഞെല്ലാം കഴിഞ്ഞതാണെങ്കിൽ 6 മാസം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കണ്ടക്ട് സർട്ടിഫിക്കറ്റ് വാലിഡിറ്റി ഇല്ല.
അപ്പോൾ കണ്ടക്ട് സർട്ടിഫിക്കറ്റ് പുതുതായിട്ട് ഒരെണ്ണം നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഗസറ്റഡ് ഓഫീസറിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങേണ്ടതുണ്ട്. അപ്പം ഇതിൻ്റെയും എന്താണ് ഫോർമാറ്റ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ അറിയില്ല അതിൻ്റെ ഫോർമാറ്റ് എന്താണെന്ന് അറിയില്ല എന്നുള്ള സാഹചര്യമാണെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോളൂ. ഗ്രൂപ്പിൽ ഇതിൻ്റെ PDF നമ്മൾ ഇടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊന്ന് പ്രിൻ്റ് എടുത്ത് നേരെ കൊണ്ടുപോയി പേരും ഡീറ്റെയിൽസും എഴുതി സീൽ ചെയ്ത് വാങ്ങിയാൽ മതിയാകും. പിന്നെ 4 പാസ്പോർട്ട് സൈസ് ഫോട്ടോസായിട്ട് ചെല്ലുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, 4 പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആയിട്ട് ചെല്ലുക. ഇത് നിങ്ങളുടെ കയ്യിലില്ലാത്ത, ചിലപ്പം കയ്യിലുണ്ടാകും, എന്തായാലും കൊണ്ടുപോവുക. പിന്നെ ഇത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ട കാര്യമാണ്, അതായത് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്. പല ആളുകളും ഇതിൽ മിസ്റ്റേക്ക് വരുത്താറുണ്ട്. അതായത് എല്ലാവർക്കും എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് വേണ്ട. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് കേരളത്തിൻ്റെ അകത്താണ് നിങ്ങൾ ഡിഗ്രി ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ 10th പാസ്സായിട്ട് നിങ്ങൾ ഡിഗ്രി പാസ് ഔട്ട് ആയിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. ഓക്കെ, നിങ്ങൾ പക്ഷേ ഡിഗ്രി പാസ് ഔട്ട് ആയത് കേരളത്തിൻ്റെ പുറത്ത് ഉള്ളൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്നാണെങ്കിൽ നിങ്ങൾ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് പ്രൊക്വയർ ചെയ്യേണ്ടതുണ്ട്. ഇനിയിപ്പോൾ ആളുകൾ ചോദിക്കുന്നത് എങ്ങനെയാണ്, എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഇപ്പം നിങ്ങൾ ഇറ്റ്സ് ബെറ്റർ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ വയ്ക്കാൻ പോകുന്ന ക്യാമ്പസുകൾ, അപ്പോൾ നിങ്ങളിപ്പം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആണോ, MG യൂണിവേഴ്സിറ്റി ആണോ, അല്ല കേരള യൂണിവേഴ്സിറ്റി ആണോ, നിങ്ങൾ ഇതിൽ 3 ക്യാമ്പസുകൾ നിങ്ങൾ ഓപ്ഷൻ വയ്ക്കുന്നുണ്ടെന്നുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ഈ 3 പേരുടെയും 3 യൂണിവേഴ്സിറ്റിയുടെയും ഒഫീഷ്യൽ വെബ്സൈറ്റിലോട്ട് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ മുകളിൽ എന്താണ് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്, എലിജിബിലിറ്റി എന്ന് പറയുന്നത് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ഇക്വലൻസി എന്നാണെങ്കിൽ ചിലപ്പോൾ എഴുതിയിരിക്കുക, രണ്ടും സെയിം ആണ്, ഇക്വലൻസിയും എലിജിബിലിറ്റിയും സെയിം ആണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, അതിൻ്റെ ഒരു ഇക്വലൻസി അവർ തരുന്നതായിരിക്കും. റെക്കഗ്നൈസ്ഡ് ആണെങ്കിൽ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യുക. എല്ലാ യൂണിവേഴ്സിറ്റികളും റെക്കഗ്നൈസ്ഡ് ആയിരിക്കണമെന്നില്ല. കേരളത്തിന് പുറത്തുള്ള അത്യാവശ്യം നല്ല യൂണിവേഴ്സിറ്റികളെല്ലാം റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ആ കോഴ്സ് നമ്മളൊന്ന് ചെക്ക് ചെയ്തിട്ടും ചില യൂണിവേഴ്സിറ്റി നിങ്ങൾ പഠിച്ചിട്ടുള്ള കോഴ്സ് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടാവില്ല. ചിലപ്പം കേരള ചെയ്യുന്നുണ്ടാവും, MG ചെയ്യുന്നുണ്ടാവില്ല, കാലിക്കറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സെനാരിയോ അവിടെ അറൈസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് നിങ്ങൾ എത്രയും പെട്ടെന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. കേരളത്തിന് പുറത്ത് പഠിച്ചവരാണെങ്കിൽ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി നിലവിൽ കേരളത്തിലെ ഏതൊക്കെ യൂണിവേഴ്സിറ്റിയാണ് അംഗീകരിക്കുന്നത്, നിങ്ങൾ ഡിഗ്രി പഠിച്ച യൂണിവേഴ്സിറ്റി ഏതൊക്കെ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളാണ് അംഗീകരിക്കുന്നതെന്ന് നോക്കുക. അപ്പം പിന്നെ ആ യൂണിവേഴ്സിറ്റി മാത്രം ഓപ്ഷൻ വെച്ചാൽ മതി എന്നുള്ളതാണ്. പിന്നെ അല്ലെങ്കിൽ കേസും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നടന്ന് പിന്നെ കഷ്ടപ്പെട്ട് ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടിയില്ല എന്നും വരും. കഴിഞ്ഞ കൊല്ലം ഒരാൾക്ക് കിട്ടിയിരുന്നു, നമ്മൾ കേസൊക്കെ നടത്തി വാങ്ങിക്കൊടുത്തായിരുന്നു. പക്ഷെ അതൊക്കെ ബുദ്ധിമുട്ടുകളാണ്, അതൊന്നും ഉറപ്പുള്ള കാര്യങ്ങളും അല്ല. അപ്പോൾ അതൊന്ന് ഓർത്തു പോരുക. പിന്നെ അടുത്തായിട്ട് വരുന്ന കാര്യമാണ് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന കാര്യം നമുക്ക് അടുത്തായിട്ട് പ്രൊക്യൂർ ചെയ്യേണ്ടതുണ്ട്. അതായത് എന്താണ്, നിങ്ങൾ ഡിഗ്രി പഠിച്ചത് ഒരു യൂണിവേഴ്സിറ്റി, ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിലായിരിക്കും. അപ്പോൾ അവിടെ നിന്ന് നമ്മളെന്താണ്, ഇപ്പോൾ എറണാകുളം ലോ കോളേജിലേക്ക് ആണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കണമെങ്കിൽ അത് MG യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റിയിലോട്ട് മാറുമ്പോൾ നമ്മൾ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരേണ്ടതുണ്ട്. പക്ഷേ കുഴപ്പമില്ല, മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് അത്ര പെട്ടെന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് അല്ല. നമുക്ക് 6 മാസം, അതായത് ഫസ്റ്റ് സെമസ്റ്റർ എക്സാം വരെ സമയമുണ്ട്, അതിനുള്ളിൽ നമ്മൾ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് എത്തിച്ചാൽ മതി. ഓക്കെ, അപ്പം ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വേറെ യൂണിവേഴ്സിറ്റിയിലോട്ടാണ് പഠിക്കേണ്ടത്. MG എന്താണ് ഡിഗ്രി ചെയ്തത് ഇപ്പം കാലിക്കറ്റാണ്, അവിടുന്ന് MGയിലോട്ട് വരുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളത്. ഇതിന് നമുക്ക് സമയം കിട്ടും, മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ നമുക്ക് സമയം കിട്ടും. പക്ഷേ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം മനസ്സിലാക്കുക, ഇത് കൊടുക്കാൻ നമുക്ക് സമയം കിട്ടത്തില്ല. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. നമുക്ക് സമയം തരില്ല, നമ്മുടെ കയ്യിൽ അതില്ലെങ്കിൽ അന്ന് നമ്മൾ അഡ്മിഷൻ എടുക്കാണ്ടിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് ഇത് എത്രയും പെട്ടെന്ന് പ്രൊക്യൂർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്തായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് വരുന്നത്, നമ്മൾ ഈ കഴിഞ്ഞ എക്സാമിന് നമ്മൾ അപ്ലൈ ചെയ്തപ്പോൾ നമ്മൾ എന്തൊക്കെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ എല്ലാം ഒറിജിനൽ നമ്മൾ അഡ്മിഷൻ സമയത്ത് കോളേജിൽ കൊണ്ടു ചെല്ലണം. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ റിസർവേഷൻ ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നോൺ ക്രീമി ലെയറോ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റോ നിങ്ങൾ EW സർട്ടിഫിക്കറ്റോ എന്തൊക്കെ പല സാധനങ്ങൾ പലരും വെച്ചിട്ടുണ്ട്. ഈ വെച്ചിരിക്കുന്ന ഡോക്യുമെൻറ്റ്സ് എല്ലാം തന്നെ അതിൻ്റെ ഒറിജിനൽസ് നമ്മൾ അഡ്മിഷൻ സമയത്ത് അവിടെ എത്തിക്കേണ്ടതുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങളിപ്പോൾ കോളേജിൽ ഒരു അഡ്മിഷൻ എടുത്തു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ശരിക്കും ഒരു ഗവൺമെൻറ് കോളേജസിലേക്കോ അല്ലെങ്കിൽ പ്രൈവറ്റ് കോളേജസിലേക്കോ ആണ് നിങ്ങൾ മിക്കവരും അഡ്മിഷൻസ് എടുത്ത് പോരുക. പക്ഷേ ഇച്ചുകൂടെ ബെറ്ററായിട്ട് ഒരു ഹയർ സ്റ്റെപ്പായിട്ട് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ക്യാമ്പസുകളായ NLUസിലേക്ക് പഠിക്കാൻ നിങ്ങൾക്ക് ഈ കോളേജിൽ ഇരുന്നു കൊണ്ട് ശ്രമിക്കാം. ഡിസംബറിലാണ് ക്ലാറ്റിൻ്റെ പരീക്ഷ വരുന്നത്. ക്ലാറ്റിൻ്റെ അടിയിൽ വരുന്ന NLUസ് ആണ് ഇന്ത്യയിലെ ഏറ്റവും പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറയുന്നത്.
അവിടെ പഠിക്കാൻ നിങ്ങൾക്ക് ട്രൈ ചെയ്യും. കോളേജിൽ പഠിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡിസംബറിലെ ക്ലാറ്റ് എക്സാം എഴുതാം. അതിന് നിങ്ങൾക്ക് കോച്ചിങ്ങിന് ഒരു ഫീയും വരുന്നില്ല. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് മെൻറ്റേഴ്സിൻ്റെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാം. അത് നമ്മൾ ചാനൽ വഴിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ ചാനലിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഫ്രീ ആയിട്ട് നമ്മളൊരു കോളേജിൽ പഠിക്കുന്നു, അതിനിടയിൽ ഡെയിലി ഒരു 1 hour മാറ്റി വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഡിസംബറിലെ ക്ലാറ്റിന് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഇതിൽ നമുക്ക് നല്ലൊരു സ്കോർ വന്നിട്ടുണ്ടെങ്കിൽ ഒരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് നേരെ ഈ പറഞ്ഞ കേരളത്തിലെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമുക്ക് നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയിലേക്ക് മാറാൻ സാധിക്കും. അവിടെയാണെങ്കിൽ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ ഫ്രണ്ടിലേക്ക് വരുന്നതായിരിക്കും. മച്ച് ബെറ്റർ ക്യാമ്പസുകളാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നമ്മൾ ഒതുങ്ങിക്കൂടാണ്ട് ഒരു ബെറ്റർ സ്റ്റെപ്പ് എടുക്കാനും നമ്മൾ ഈ ക്യാമ്പസിൽ പഠിക്കുമ്പോൾ ശ്രമിക്കേണ്ടതുണ്ട്. താങ്ക് യു.